നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല എനിക്ക് തോന്നുന്നു കുറച്ച് ഫ്രഷ് ഫുഡ് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നല്ല ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ എല്ലാവരും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മത്സരം ശരിക്കും കടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് കൊടുക്കണം, ആരെടുക്കണം, ആർക്ക് തള്ളണം എന്നറിയാം. കുറച്ച് ടെൻഷനിലാണ് ഫുള്ള്, എല്ലാവരും ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. പതിനാല് ജില്ലകളിൽ നിന്നുള്ള വീട്ടമ്മമാരുടെ രുചിവൈവിധ്യം തേടിയുള്ള യാത്രയ്ക്ക് സപ്തഭാഷാ സംഗമഭൂമിയിൽ വെച്ച് ആദ്യം ദം പൊട്ടി. സ്വാദും മണവും ഒന്നിച്ചു പടർന്നു. അതോടെ അക്ഷരാർത്ഥത്തിൽ വിജയിയെ തിരഞ്ഞെടുക്കാൻ വിയർത്തു എന്നതാണ് വസ്തുത. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പാചകം ഒരുപാട് മത്സരത്തിന് വരുന്നത്. എന്നോട് പറഞ്ഞു നിങ്ങിയൊന്ന് മത്സരത്തിൽ വിജയിടണം. ഓൾറെഡി ഒറിജിനൽ മത്സരാർത്ഥികളുണ്ടല്ലോ, എനിക്ക് ഒന്നാമത്തേന്ന് കുറച്ച് തന്നു. 4 ആകുമ്പോൾ ഞാനിത് തീർത്തു. മിക്സാക്കി പോയി. ഇതിൻ്റെ ടേസ്റ്റും ഉണ്ട്, 1 2 മിക്സായിട്ട് വെച്ചു പോയി. അപ്പോൾ എങ്ങനെയാണ് ഞാനിതിന് ഞാൻ വിധി നിർണ്ണയം ഞാൻ ഒഴിവാക്കി. പങ്കെടുത്ത 30 പേരും രുചിയുടെ പറുദീസ തീർത്തു, അതും 3 മണിക്കൂർ കൊണ്ട്. ഗംഭീര ബിരിയാണിയാണ്, ഡിഫറെന്റ് ടൈപ്പാണ്, ഓരോന്നിനായിട്ട് വ്യത്യാസമുണ്ട്. അടിപൊളി. ഒടുവിൽ വിധികർത്താക്കൾ ജേതാവിനെ തിരഞ്ഞെടുത്തു. സത്യത്തിൽ റോസ് ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ റിസൾട്ട് പ്രഖ്യാപിക്കാൻ ഏറ്റവും അതിൻ്റെ നാഥനായിട്ടുള്ള നാരായൺ സാർ ഉള്ളപ്പോൾ ഞാനത് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഫസ്റ്റ് പ്രൈസ് പോകുന്നത് സീരിയൽ നമ്പർ 5 അനീസ ഹസ്ന. ഒന്നാം സ്ഥാനത്തിന് 25,000 രൂപ, രണ്ടാം സ്ഥാനം 15,000 രൂപ, മൂന്നാം സ്ഥാനം 10,000 രൂപ 2 പേർ പങ്കിട്ടു. പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതല്ലേ അത്. ഇവിടെ കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് എനിക്ക് കേരളക്കാർക്ക് എൻ്റെ ബിരിയാണി ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള ആദ്യ 1, 2 സ്ഥാനക്കാർ സംസ്ഥാന തലത്തിലുള്ള അവസാന റൗണ്ടിൽ മത്സരിക്കും. ജയിക്കുന്ന ഒന്നാം സ്ഥാനക്കാരിയെ കാത്തിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. രണ്ടാം സ്ഥാനക്കാരിക്ക് 2 ലക്ഷവും മൂന്നാം സ്ഥാനക്കാരിക്ക് 1 ലക്ഷവും. സംസ്ഥാന തലത്തിലെ ഒന്നാം സ്ഥാനക്കാരി ബിരിയാണി ക്വീനാവും. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.